ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് വധശിക്ഷ നൽകണമെന്ന ഇറാൻ പരമോന്നത നേതാവ് അയത്തുൽ അലി ഖമേനി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനും ഇസ്രായേൽ മുൻ പ്രതിരോധ മന്ത്രി യോവാവ് ഗാലന്റിനുമെതിരെ യുദ്ധക്കുറ്റം ചുമത്തി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് ഖമേനിയുടെ പ്രതികരണം. കുറ്റവാളികളായ നേതാക്കന്മാർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചാൽ പോരെന്നും വധശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്നുമാണ് അലി ഖമനേയി ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ നടന്ന ഒരു യോഗത്തിനിടെയാണ് ഇറാൻ നേതാവിന്റെ പ്രതികരണം. കഴിഞ്ഞ 21-നാണ് ICC ഇരുവർക്കുമെതിരെ യുദ്ധക്കുറ്റം ആരോപിച്ച് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. ഇസ്രായേൽ ഹമാസ് പോരാട്ടം ആരംഭിച്ച 2023 ഒക്ടോബർ 8 മുതൽ 2024 മെയ് 20 വരെ നടന്ന ആക്രമണങ്ങളാണ് കോടതിയുടെ പരിഗണനയിൽ വന്നത്. നെതന്യാഹുവും യോവാവ് ഗാലന്റും മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളാണ് എതിരാളികൾക്ക് നേരെ അഴിച്ചുവിടുന്നതെന്ന് കണ്ടെത്തിയതോടെയാണ് നടപടി സ്വീകരിച്ചത്. നെതന്യാഹുവിനും ഗാലന്റിനുമൊപ്പം ഹമാസ് നേതാവ് മുഹമ്മദ് ഡെയ്ഫിനെതിരെയും അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കഴിഞ്ഞ ജൂലൈയിൽ ഗാസയിൽ നടന്ന റോക്കറ്റ് ആക്രമണത്തിൽ ഡെയ്ഫ് കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. ഹമാസ് ഇതുവരെയും ഡെയ്ഫിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറാതെ സന്ധിയില്ലെന്നാണ് ഹമാസിന്റെ പ്രതികരണം. എന്നാൽ ഹമാസ് കീഴടങ്ങി ബന്ദികളെ വിട്ടു നൽകാതെ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.